നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചീഫ് സെലക്ടർ സ്ഥാനത്ത് നിന്ന് അഗാർക്കർ പുറത്താവാനുള്ള സാധ്യത. വാർത്ത അഭിഷേക് ത്രിപാഠിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. VVS ലക്ഷ്മണ പരിഗണിക്കുന്നു എന്നാണ് വാർത്ത. കൺഫേംഡ് അല്ല, പക്ഷേ ശ്രീലങ്കയിലെ റിസൾട്ട് മോശമായാൽ ഉറപ്പായിട്ടും അഗാർക്കർ തെറിക്കും, ലക്ഷ്മൺ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അഭിഷേക് ത്രിപാഠിയുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ഡേഞ്ചർ ടു അഗാർക്കസ് ചെയർ, ലക്ഷ്മൺ ഇൻ ദി റൈസ് ടു ബിക്കം ചീഫ് സെലക്ടർ. ഞാൻ അതിൻ്റെ സിനോപ്സിസ് മാത്രമാണ് പറയുന്നതെന്ന് അദ്ദേഹം ജാഗ്രൻ ന്യൂസിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ സിനോപ്സിസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് VVS ലക്ഷ്മൺ ഈ ഒരു സ്ഥാനത്തേക്ക്, ചീഫ് സെലക്ടർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കാരണം സമീപകാലത്തെ മോശം പ്രകടനം, അതുപോലെ തന്നെ സമീപകാലത്തെ ചില സെലക്ഷൻ തീരുമാനങ്ങളിൽ BCCIയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എതിർപ്പുണ്ട് എന്നാണ്. വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, 2027 ODI വേൾഡ് കപ്പ് വരെ അജിത് അഗാർക്കറുടെ ടെനർ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചീഫ് സെലക്ടർ സ്ഥാനം നീട്ടിക്കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതേസമയം ഇംഗ്ലണ്ടിനെതിരെയുള്ള സെക്കൻഡ് ODIക്ക് ശേഷം കാര്യങ്ങളിൽ വലിയ രൂപത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. രോഹിത് ശർമ്മയുടെ കരിയർ അതിനുശേഷം എൻഡ് ചെയ്യുമെന്ന് പലരും കരുതിയതാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള തേർഡ് ODI, ആ ODIയോടുകൂടി അദ്ദേഹം വിരമിക്കുമെന്ന വാർത്ത വന്നു. പക്ഷേ BCCIയുടെ സെക്രട്ടറി ദേവജിത്ത് സാക്കിയയുടെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നാലെ വന്നു. അത് ചീഫ് സെലക്ടറോട് കൺസൾട്ട് ചെയ്യാതെ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നാണിപ്പോൾ അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറഞ്ഞത് രോഹിത് ശർമ്മ ടീമിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടരും. അതൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ സൂപ്പർ താരത്തിൻ്റെ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി കൂടി വന്നു. അതോടുകൂടി ഈ ഒരു സിറ്റുവേഷൻ വളരെയധികം കോംപ്ലിക്കേറ്റഡായി മാറുകയും ചെയ്തു. ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ, 2027 ജൂൺ വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഒന്നുകൂടി പുതുക്കി കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെനർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ now some BCCI officials are contemplating appointing VVS ലക്ഷ്മൺ. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം COEയിലെ ഹെഡാണ്. അദ്ദേഹത്തെ ചീഫ് സെലക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യണമെന്നാണ് BCCIയിലെ ചില ഒഫീഷ്യൽസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതിപ്പോഴും സ്റ്റിൽ ഡിസ്കഷൻ സ്റ്റേജിലാണ്. ഒരു ഡിസിഷൻ BCCIയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ് എടുക്കുക. സെപ്റ്റംബറിലാണ്, അടുത്ത മാസമാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരുന്നത്. BCCIയുടെ ഒഫീഷ്യൽസ് വിശ്വസിക്കുന്നത് ലക്ഷ്മണൻ്റെ വാക്കുകൾക്ക് അജിത് അഗാർക്കറുടെ വാക്കുകളേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈവൻ സീനിയർ പ്ലേയേഴ്സ് രോഹിത് ആണെങ്കിലും വിരാട് ആണെങ്കിലും ഒക്കെ അഡ്വൈസ് സീക്ക് ചെയ്യുന്ന ഒരാളാണ് VVS ലക്ഷ്മൺ. അങ്ങനെയുള്ള ഒരാളെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കി വെച്ചാൽ കാര്യങ്ങൾ ഒന്നുകൂടി നല്ല രൂപത്തിൽ നടക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതേസമയം അഗാർക്കറുടെ കാർഡ് ഇതുവരെ ഫുള്ളി അങ്ങ് ചീട്ട് കീറി എന്ന് പറയാനായിട്ടില്ല. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് മന്ത്സിലെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുകൂടി അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നു. BCCI ഇനിയിപ്പോൾ 1 year എക്സ്റ്റൻഷൻ 2027 ODI വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് കൊടുക്കണോ എന്നുള്ളത് സ്റ്റിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലക്ഷ്മണ കൊണ്ടുവരിക എന്നുള്ളതും അവർ പരിഗണിക്കുന്നുണ്ട്. അപ്പം എവറിത്തിങ് ഹിഞ്ചസ് ഓൺ ദി ഔട്ട്കം ഓഫ് ദി 2 ടെസ്റ്റ് സീരീസ് ഇൻ ശ്രീലങ്ക. ഇന്ത്യ സീരീസ് വിജയിക്കുകയാണെങ്കിൽ അഗാർക്കറുടെ ടെനർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനാണ് സാധ്യത. അതല്ല, അവിടെ സീരീസ് പരാജയപ്പെട്ടാൽ അഗാർക്കറുടെ സ്ഥാനം തെറിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. അതായത് ഇന്ത്യൻ ടീമിനെ റൺ ചെയ്യുന്നവർ, BCCI അല്ലാതെ ടീം മാനേജ്മെൻറ്റും മറ്റുമൊക്കെ ആബ്സല്യൂട്ട്ലി ഡു നോട്ട് വാണ്ട് രോഹിത് ശർമ്മ ടു പ്ലേ 2027 ODI വേൾഡ് കപ്പ്. അതാണ് സെലക്ടേഴ്സിൻ്റെ മറ്റുമൊക്കെ ഒരു കാര്യം. അതാണ് 2027 ODI വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ഉണ്ടാവരുത് എന്നാണ് അവർ കരുതുന്നത്. ഇപ്പം ഇംഗ്ലണ്ട് ടൂറിൽ ഒരു സെലക്ടർ ഓൾറെഡി ഈ കാര്യം BCCIയുടെ തലപ്പത്തിരിക്കുന്നവരോട് പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയത്തിൽ കോൺഫിഡൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതേസമയം രോഹിത്തുമായിട്ടുള്ള ഡിസ്കഷൻ പോലും നടന്നിരുന്നു. ബട്ട് ഇമ്മീഡിയറ്റ്ലി ആ ഒരു രണ്ടാം ഏകദിന മത്സരത്തിന് ശേഷം, അതായത് ജൂലൈ 16 രണ്ടാം ഏകദിന മത്സരം ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നത്, അതിനുശേഷം ഈ ന്യൂസ് ആകെ അങ്ങ് പുറത്തായി. ന്യൂസ് പുറത്തു വന്നു എന്ന് മാത്രമല്ല, ലോർഡ്സ് മാച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരമായിരിക്കും എന്നുള്ള രൂപത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തു. അപ്പോൾ കോൺട്രവേഴ്സി എറപ്റ്റ് ചെയ്തു.
ഇൻ്റർനെറ്റിലും മീഡിയയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി എറപ്റ്റ് ചെയ്തപ്പോൾ ചീഫ് സെലക്ടറോടോ മറ്റാരോടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ തന്നെ അവിടെ BCCIയുടെ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ജൂലൈ 17-ന്. അതായത് രോഹിത് വുഡ് റിമൈൻ എ റെഗുലർ മെമ്പർ ആസ് ലോങ് ആസ് ഹി ഈസ് പാർട്ട് ഓഫ് ദി ടീം പ്ലാൻ എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി കാര്യങ്ങൾ മാറി. ജൂലൈ 19-നാണ് ആകട്ടെ രോഹിത് 138 റൺസ് അടിച്ച് കിഡ്ലൻ ഇന്നിങ്സ് കളിക്കുകയും ചെയ്തു. ഇന്ത്യൻ ടീം ആ കളി തോറ്റെങ്കിൽ പോലും മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹം കളിച്ചതോടുകൂടി കാര്യങ്ങളാകെ മാറി മറിയുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സെലക്ടേഴ്സ് വിശ്വസിക്കുന്നത് അവർ ഈ കാര്യത്തിൽ അവരെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ്. അവർ വിശ്വസിക്കുന്നത് 2027 ODI വേൾഡ് കപ്പ് രോഹിത് ശർമ്മ ടീമിലുണ്ടെങ്കിൽ ടീമിന് വിജയിക്കാൻ പാടാണ് എന്നാണ്. അതേസമയം ചില BCCIയുടെ ബിഗ് വിക്സ് ചിന്തിക്കുന്നത് ഈ കാര്യത്തിൽ അവർ സ്ട്രാറ്റജി മാറ്റുകയാണ് ചെയ്തത്. രോഹിത് ശർമ്മയെ തുടരണമെന്ന് അവർ ആഗ്രഹിച്ചു. അത് പക്ഷേ എന്താണോ ഇൻ്റർനെറ്റിലും മീഡിയയിലും കാണുന്നത് അതനുസരിച്ചാണ് ഇവർ ഈ തീരുമാനങ്ങൾ മാറ്റുന്നത് എന്നാണ് സെലക്ടേഴ്സിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. അപ്പം കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലും അയർലൻഡിലുമായിട്ട് ഇന്ത്യ 8 മത്സരങ്ങൾ തോറ്റു. 10 കളികൾ കളിച്ചതിൽ 8 മത്സരങ്ങൾ തോറ്റു. ഇതുവരെ അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് തിരികെ വന്ന ഉടൻ തന്നെ മീറ്റിംഗ് ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ ടീം ഇപ്പോൾ ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഒരു മീറ്റിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. BCCIയുടെ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരമായിട്ട് അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിവ്യൂ മീറ്റിംഗ് നടക്കാത്തത് ഇങ്ങനെ വൈകിയിരിക്കുന്നത് ദേവ്ജിത്ത് സാക്യയ്ക്ക് ചില അസുഖങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്താൽ ഉടൻ ഈ ഒരു മീറ്റിംഗ് നടക്കുമെന്നാണ് പറയുന്നത്. ഈ മീറ്റിങ്ങിൽ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ തന്നെ മീറ്റിംഗ് നടന്നേക്കും. അപ്പോൾ അങ്ങനെ ഈ മീറ്റിങ്ങിൽ ഗൗതം ഗംഭീർ പോസിബിളി ഓൺലൈനിൽ ജോയിൻ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത് എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ ഒരു ചേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ചീഫ് സെലക്ടർ റോളിലേക്ക് ലക്ഷ്മൺ വരാനുള്ള സാധ്യത തെളിയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.